സജ്ജനങ്ങളെ നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഒരു 7 പേർ വൈശാഖ മഹോത്സവം നടക്കുന്ന കൊട്ടിയൂരിലേക്ക് തീർത്ഥാടനത്തിനെത്തിയതാണ്. രാത്രി പുറപ്പെട്ട് രാവിലെ ഒരു 6 മണിക്ക് തന്നെ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. നിർത്താതെ കോരിച്ചൊരിയുന്ന ഈ മഴയിൽ നദി പതിവിലുമുള്ള ഭാവമാറ്റത്തോടെയാണ് ഒഴുകുന്നത്. അപ്പോൾ ആ പുണ്യ നദിയിൽ സ്നാനം ചെയ്ത് അവിടെയുള്ള കല്ലുകൾ ഉരസി തന്നെ കളഭമുണ്ടാക്കി കുറിയും തൊട്ട് ഇനി ക്ഷേത്രത്തിലേക്ക് ദർശനത്തിനായി പോകാനൊരുങ്ങുകയാണ് ഞങ്ങൾ. ഇവിടെ ബാവലി നദി 2ആയി പിരിഞ്ഞാണ് ഒഴുകുന്നത്. പാലങ്ങൾ കടന്ന് ഞങ്ങൾ മുൻപോട്ട് പോകുമ്പോൾ ഒരുപാട് ഭക്തജനങ്ങൾ ദർശനം കഴിഞ്ഞ് മടങ്ങുന്നുമുണ്ട്. ഈ ക്ഷേത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ കണ്ണൂരിലുള്ള ഒരു പ്രസിദ്ധ ശിവക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം. അക്കരെ കൊട്ടിയൂർ, ഇക്കരെ കൊട്ടിയൂർ എന്നീ 2 ക്ഷേത്രങ്ങൾ ബാവലി പുഴയുടെ 2 കരങ്ങളിലായി മുഖത്തോട് മുഖം നോക്കി നിൽക്കുന്നു. ഏകദേശം 80 ഏക്കർ വിസ്തൃതിയുള്ള ഒരു പുണ്യ കാവിനുള്ളിൽ ഇടതൂർന്നു നിൽക്കുന്ന വനപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നദിയുടെ കിഴക്കേ കരയിലുള്ള ക്ഷേത്രമായ അക്കരെ കൊട്ടിയൂർ ദക്ഷയാഗം നടന്ന സ്ഥലമായിരുന്നുവെന്നും യാഗത്തിൻ്റെ അവസാനം സതീദേവി ആത്മാഹൂതി ചെയ്തുവെന്നുമാണ് ഐതിഹ്യം. മഴ പെയ്തപ്പോഴുള്ള കാടിൻ്റെ ഭംഗിയും അതുപോലെ കാട്ടാറിൻ്റെ ഭംഗിയും കണ്ടുകൊണ്ട് ഞങ്ങൾ ദർശനത്തിലേക്കുള്ള ക്യൂവിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഭക്തജനങ്ങൾ ദർശനം കഴിഞ്ഞ് തിരിച്ചും വന്നുകൊണ്ടിരിക്കുന്നു. ഇത് 2ാമത്തെ നദിയാണ്. ആദ്യത്തേതിനെ അപേക്ഷിച്ച് ജലനിരപ്പ് ഇതിൽ ഒത്തിരി കൂടുതലാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യവും മാഹാത്മ്യവും ഒരുപാട് വ്യത്യാസമുള്ളതാണ്. കൊട്ടിയൂരിലെ വൈശാഖ ഉത്സവത്തെക്കുറിച്ച് ആത്മീയാചാര്യൻ രാജേഷ് ജിക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. നമസ്കാരം രാജേഷ് ജി. നമസ്കാരം. കൊട്ടിയൂരിൽ വൈശാഖോത്സവമാണ്. എന്താണ് കൊട്ടിയൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹത്വം? ഹൈന്ദവ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന അതിബൃഹത്തും മഹത്വമായ ഒരു മഹാക്ഷേത്രമാണ് കൊട്ടിയൂർ. കാരണം അവിടെ ഇളനീർ വരവ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ചടങ്ങുണ്ട്. ഇളനീർ കൊണ്ടുവരേണ്ടത് ഹിന്ദുവിൽ ഈഴവ സമൂഹത്തിൽപ്പെട്ട
മലബാറിലെ തീയ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. നെയ്യ് കൊണ്ടുവരേണ്ടത് നായർ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. തേൻ കൊണ്ടുവരേണ്ടത് വനവാസി സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. അവിടെ പൂജ നടത്തേണ്ടത് നമ്പൂതിരി സമൂഹത്തിൽപ്പെട്ട ആളുകളാണ്. ഹിന്ദു ഐക്യത്തിന്റെ അല്ലെങ്കിൽ ഒരു ഹിന്ദു ഐക്യ വേദി നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് രൂപപ്പെട്ട ഒരു സ്ഥലമാണ് അവിടെ. പുലയനും പറയനും നായരും നമ്പൂതിരിയുമായി ഹിന്ദുക്കൾ ഛിന്ന ഭിന്നമായി നിൽക്കുന്ന കാലത്തും ഹൈന്ദവ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു കൊട്ടിയൂർ. കൊട്ടിയൂർ പെരുമാൾ മഹാശിവൻ മഹാദേവന്റെ രൂപമാണ് അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ആ ശിവലിംഗത്തെ ഒരു നോക്ക് കാണുവാൻ ഭാരതത്തിന്റെ നാനാഭാഗത്തു ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ വരുന്നത്. വളരെ സവിശേഷമായ ആചാരങ്ങൾ കുടികൊള്ളുന്ന അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂർ എന്ന് പറയുന്ന രണ്ട് മഹാക്ഷേത്രങ്ങൾ. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഭൂതി അത് പ്രത്യേകം ആണ്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ആചാരങ്ങളിലെ വൈവിധ്യമാണ്. ലോകത്തിലെ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എല്ലാം വ്യത്യസ്തമായ രീതിയിലാണ് അതിൻ്റെ എല്ലാം ചടങ്ങുകൾ അവിടെ നടക്കുന്നതെങ്കിൽ കൊട്ടിയൂരിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ഒരു അന്തരീക്ഷമാണ്. പിന്നെ അവിടുത്തെ ഒരു സങ്കല്പവും. ദക്ഷമഹായാഗം നടന്നൊരു സ്ഥലം. ആരായിരുന്നു ദക്ഷൻ? ദക്ഷ പ്രജാപതി. ഇന്നത്തെ ഗുജറാത്ത് ആയിരുന്നു, അല്ലെങ്കിൽ ആ മേഖലയിലാണ് ദക്ഷ പ്രജാപതിയുടെ ആസ്ഥാനം. പക്ഷെ യാഗം നടത്തുവാൻ തനിക്ക് ഉത്തമമായൊരു ഭൂമി വേണമെന്ന് അറിഞ്ഞ ദക്ഷൻ കണ്ടെത്തിയ പുണ്യഭൂമിയായിട്ടാണ് കണ്ണൂർ ജില്ലയിലെ ഈ പറയുന്ന കൊട്ടിയൂർ. ആ ദക്ഷമഹായാഗ വേദിയിൽ ക്ഷണിക്കപ്പെടാതെ എത്തിയ ഒരാളായിരുന്നു ദക്ഷന്റെ മകളായ സതീദേവി. സതീദേവിയെ വിവാഹം ചെയ്തത് ഭഗവാനാണ്, പരമേശ്വരനാണ്. ഭഗവാന് ഒട്ടും ഇഷ്ടമല്ല ദക്ഷ പ്രജാപതിക്ക്. അവിടെ വെച്ച് അവഹേളിക്കപ്പെട്ടു സതി. ആ സതി ആത്മാഹുതി നടത്തിയ സ്ഥലമാണ്. ഒരു ഉയർന്ന ലക്ഷ്യത്തിനു വേണ്ടി ജീവൻ ത്യജിക്കുന്നതാണ് ആത്മാഹുതി. ആത്മാഹുതി നടത്തിയ സതിയുടെ മൃതശരീരം കയ്യിൽ പിടിച്ചുകൊണ്ട് ഭഗവാൻ അലറിയപ്പോ ലോകം കിടുകിടാ വിറച്ചുപോയി എന്നാണ് ചരിത്രം. ഈ സമയത്ത് മഹാവിഷ്ണുവിന്റെ ചക്രം ദേവിയുടെ ശരീരത്തെ 51 പീസുകളാക്കി. ഈ 51 ശരീരഭാഗങ്ങൾ ഭാരതത്തിലെ 51 സ്ഥലങ്ങളിൽ ചെന്ന് വീണു. ഇതാണ് 51 ശക്തിപീഠങ്ങൾ. അപ്പൊ 51 ശക്തിപീഠങ്ങൾക്ക് കാരണമായ ഭൂമിയാണ് കൊട്ടിയൂർ എന്ന് പറയുമ്പോൾ എത്രമാത്രം പ്രാധാന്യമുണ്ട് അവിടെ. ദക്ഷനെ നിഗ്രഹിച്ച ഭൂമിയാണ്. അഹങ്കാരത്തിന്റെ മൂർത്തിഭാവമായ ദക്ഷനെ ഭഗവാൻ നിഗ്രഹിച്ച ഭൂമിയാണ്. ഭഗവാൻ വീരഭദ്ര രൂപത്തിൽ നിറഞ്ഞാടിയ ഭൂമിയാണ്. സതീദേവിയുടെ മൃതശരീരത്തെ വഹിച്ചുകൊണ്ട് ഭഗവാൻ അലറിയ ഭൂമിയാണ്. അങ്ങനെ ഒത്തിരി സവിശേഷതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹായാഗത്തിന്റെ ഭൂമിയാണ് കൊട്ടിയൂർ. ഹൈന്ദവ ഐക്യത്തിന്റെ കേന്ദ്രമാണ് കൊട്ടിയൂർ. അതിനൊപ്പം തന്നെ കൊട്ടിയൂരിലേക്ക് ചെല്ലുന്ന ഓരോ ഭക്തനും വളരെ തൃപ്തിയോടുകൂടി അവിടുന്ന് മടങ്ങിപ്പോരുകയാണ്. അവിടുത്തെ അന്തരീക്ഷം, അതുപോലെ അവിടെയുള്ള ഭഗവാന്റെ ആ വിശ്വാസങ്ങൾ, സങ്കല്പങ്ങളെല്ലാം ഭക്തന്റെ മനസ്സിനെ നിറക്കുന്നതാണ്. കൊട്ടിയൂർ ഹൈന്ദവ ഐക്യത്തിന്റെ വലിയൊരു കേന്ദ്രമാണെന്ന് കൂടി അറിയുക. നന്ദി, നമസ്കാരം. കൊട്ടിയൂരിനെ പറ്റി ഇത്രയും നല്ല അറിവ് തന്നതിന് വളരെ നന്ദി രാജേഷ് ജി. വൈശാഖ മഹോത്സവത്തിന് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രമാണ് വേദിയാകുന്നത്. എല്ലാ വർഷവും 28 ദിവസം മാത്രമാണിവിടെ തുറന്നിരിക്കുക എന്ന പ്രത്യേകത കൂടി അക്കരെ കൊട്ടിയൂരിനുണ്ട്. എന്നാൽ ഇക്കരെ കൊട്ടിയൂർ ശിവക്ഷേത്രം എന്നും തുറന്നിരിക്കുന്ന ക്ഷേത്രമാണ്. ബാവലി പുഴയുടെ അക്കരെ സ്വയംഭൂ ലിംഗമാണ് അക്കരെ കൊട്ടിയൂരിലെ ആരാധനാമൂർത്തി. മണിത്തറ എന്ന് വിശേഷിപ്പിക്കുന്ന പുഴയിൽ നിന്നെടുക്കുന്ന വെള്ളാരം കല്ലുകൾ കൊണ്ടാണ് ശിവലിംഗത്തിന് പീഠം നിർമ്മിക്കുക.
ഇവിടെയുള്ള ക്ഷേത്ര നിർമ്മിതികളെല്ലാം ഓല കൊണ്ട് നിർമ്മിച്ചതാണ്. നിൽക്കാതെയുള്ള ഈ മഴയിൽ ഒരു 3 മണിക്കൂറോളം ക്യൂ നിന്ന് അവസാനം ഭഗവാന്റെ ആ പുണ്യ ദർശനം ഞങ്ങൾ ആവോളം കണ്ടു. അങ്ങനെ ഭഗവാന്റെ ദർശനമെല്ലാം കഴിഞ്ഞ് പ്രസാദമെല്ലാം വാങ്ങിച്ചു. നെയ്യാട്ടത്തോടെയാണ് ഇവിടുത്തെ ആരാധനയും ഉത്സവം ആരംഭിക്കുക. ഇടവമാസത്തിലെ ചോതി നക്ഷത്രത്തിൽ അക്കരെ കൊട്ടിയൂർ തുറക്കും. മിഥുനമാസത്തിലെ ചിത്തിര നക്ഷത്രത്തിൽ നട അടയ്ക്കുകയും ചെയ്യും. ഇവിടെയുള്ള ദർശനം കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിൽക്കാതെ പെയ്യുന്ന മഴ കാരണം ബാവലി നദിയിലെ ജലനിരപ്പ് വീണ്ടും ഉയർന്നിട്ടുണ്ട്. ഇരു നദികളും കടന്ന് ഇപ്പോൾ ഞങ്ങൾ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ഈ 28 ദിവസങ്ങളിൽ ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലെ നട തുറക്കാറില്ല. എന്നാലും ക്ഷേത്രത്തിൻ്റെ മുന്നിലൊന്ന് തൊഴുതിയിട്ട് പോകാമെന്ന് വെച്ചു. അനേക ലക്ഷം ഭക്തജനങ്ങളാണ് ഇവിടെ ഓരോ വർഷവും ദർശന പുണ്യത്തിനായി എത്തുന്നത്. ഹിന്ദുവായി പിറന്ന ഓരോരുത്തരും ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എത്തിപ്പെടാൻ പ്രാർത്ഥിക്കുന്ന പുണ്യസ്ഥലമാണ് കാശി. അതുപോലെ തന്നെ ദക്ഷിണ കാശിയായ ഈ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും നിങ്ങളുടെ പാദസ്പർശം ഏൽക്കുവാനും ഇവിടത്തെ മഹത്വത്തെ അറിയുവാനും കൊട്ടിയൂരപ്പൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ഷേത്രത്തിൽ വന്നാൽ നമ്മൾ പ്രത്യേകമായി വാങ്ങിക്കേണ്ട സാധനമാണ് ഈ ഓടപ്പൂവ്. ഈ ഓടപ്പൂ കൊണ്ടുപോയി വീടിന് മുന്നിൽ തൂക്കിയിടാറുണ്ട്. നമ്മളിലുള്ള ദുഷ്ടശക്തികൾ ഇല്ലാതാവും എന്ന വിശ്വാസമാണ് ഇതിന് പിന്നിൽ. അതുപോലെ ഈ ഒരു സീസണിൽ മാത്രം ഇത് ഉണ്ടാക്കി വിറ്റ് ജീവിക്കുന്ന വനവാസി വിഭാഗങ്ങളുടെ ഒരു വരുമാനം മാർഗം കൂടിയാണിത്. അപ്പോൾ കൊട്ടിയൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.